Hello guys, welcome back to my channel. holidaycrewstudios ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ടെക്കി ടിപ്പാണ് ഗൈസ്. അതിന് മുമ്പേ എല്ലാവർക്കും വളരെ താങ്ക്സ്. കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയ്ക്ക് നല്ല അത്യാവശ്യം വ്യൂസും ലൈക്കൊക്കെ തന്നതിന്. അപ്പോൾ ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോ ടെക്കി ടിപ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മൾ പല ഗെയിംസ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്, പിന്നെ സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. അതായത് നമ്മളെല്ലാം ഒറിജിനലൊന്നല്ല ക്രാക്ക് ഡൗൺലോഡ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ പല സൈറ്റിൽ നിന്നായിരിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. പക്ഷേ ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ പല സൈറ്റിലും ഡൗൺലോഡ് ചെയ്യുമ്പോൾ പല എക്സ്റ്റൻഷൻസ് ഫോർമാറ്റ്സിലും ആയിരിക്കും ഇവർ അത് എക്സിക്യൂട്ട് സിപ്പ് ഫയൽ ആക്കുന്നത്, കംപ്രസ്ഡ് ആക്കുന്നത്, പിന്നെ ആർച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ പല ആർച്ചീവ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വിൻറാർ പോലത്തെ ഫയൽസ് ആയിരിക്കും. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ കാണിക്കുന്നു, നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദ ഫയൽ ഈസ് ഫുൾ ഡാമേജ്ഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, കറപ്റ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അപ്പോൾ ഇതെങ്ങനെ ഫിക്സ് ചെയ്യാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ ആ സിപ്പ് ഫയൽ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ അതിപ്പോൾ ഡാമേജഡോ അല്ലെങ്കിൽ കറപ്റ്റ് ആയി പോയോന്ന് ഇങ്ങനെ എഴുതി കാണിക്കും നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും അത് ഓപ്പൺ ആവില്ല. അപ്പോൾ നമുക്കത് എങ്ങനെ ഓപ്പൺ ചെയ്യാം, എന്തെങ്കിലും അത് ശരിക്കും പ്രശ്നമുള്ള ഫയലാണോ എന്നൊക്കെ നമുക്ക് എങ്ങനെ അറിയാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് അതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു വീഡിയോ കൺവെർട്ടറാണ്. ഒരു വീഡിയോ കൺവെർട്ടർ 6.2.5 പോർട്ടബിൾ എന്ന് പറഞ്ഞൊരു ഇതാണ്. നമ്മൾ user-upload.net എന്ന് പറഞ്ഞൊരു സൈറ്റിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. പക്ഷേ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, അതായത് നമ്മുടെ യൂസർ നെയിം കാണിക്കുന്നുണ്ട്, അതിന് ഫയലിൻ്റെ ലൊക്കേഷനൊക്കെ കാണിക്കുന്നുണ്ട്, ഫയലിൻ്റെ പേരും, പിന്നെ കാണിക്കുന്നത് ദ ആർച്ചീവ് ഈസ് ഐദർ ഇൻ അൺനോൺ ഫോർമാറ്റ് ഓർ ഡാമേജ്ഡ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതുപോലെ കാണിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കാണിക്കുന്നത് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്കൊന്നും കൂടി ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോഴും ഇങ്ങനെ തന്നെ കാണിക്കുന്നത്. നമുക്ക് ഈ ഫയൽ ഡൗൺലോഡഡ് ആയോ എന്ന് നോക്കാം ജസ്റ്റ്. അപ്പോൾ 66.6 MB കാണിക്കുന്നുണ്ട് ഈ ഫയൽ. അപ്പോൾ ഗൈസ് നമ്മുടെ ഫയലിൻ്റെ സൈസൊക്കെ ഫുള്ളാണ്, നമ്മൾ ഫുൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ എല്ലാം ഓക്കെയാണ് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഇതിനകത്ത് നമുക്ക് കാണാം ടൈപ്പ് ഓഫ് ഫയൽ എന്ന് പറയുന്നത് വിൻറാർ ആർച്ചീവ് ആണ്. അപ്പോൾ വിൻറാർ എന്ന് പറഞ്ഞൊരു എക്സ്ട്രാക്റ്റീവ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മളിത് എക്സ്ട്രാക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ എല്ലാവരും വിൻറാറിന് പകരമായിട്ട് ചില സോഫ്റ്റ്വെയർ വ്യത്യാസങ്ങളുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്റ്റൻഷന് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഒത്തിരി എക്സ്റ്റൻഷൻസ് ഉണ്ട്, പക്ഷേ എല്ലാ എക്സ്റ്റൻഷൻസും വിൻറാറിൽ നിന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ആവശ്യമുള്ളത് ജസ്റ്റ് 7-zip എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. ജസ്റ്റ് 1 MB ഉള്ളതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 7-zip വളരെ ഫേമസ് ആയ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഉപയോഗിക്കുന്നത് വിൻറാർ തന്നെയാണ്. 7-zip ഉപയോഗിക്കാൻ നോക്കുക. എല്ലാ എക്സ്റ്റൻഷൻ ഇതും നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ പ്രശ്നമൊന്നും വരില്ല. മോസ്റ്റ് ഓഫ് ദ ഗെയിമേഴ്സിനാണ് കൂടുതൽ ഇത് വരാറ്. പിന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് നമുക്ക് വേറെ എന്തിനും ഇതിങ്ങനെ സിപ്പ് ഫയൽസ് ആയിട്ട് കൊടുക്കാതില്ലല്ലോ. ഗെയിമേഴ്സിനും പിന്നെ ഈ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിനും വരാറുണ്ട് സാമ്പിളർ ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ, പിന്നെ സോങ്സ് ബൾക്കായിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ, അങ്ങനത്തെ പാക്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ, പിന്നെ ഇതുപോലെ നമ്മുടെ പ്രൊജക്ട് ഫയൽസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് പ്രത്യേകം വരുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ആൾക്കാർ ഒരിക്കലും ഇത് വർക്കാവാത്തതുകൊണ്ട് ഇത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണമെന്ന് നോക്കാം. നമുക്കിപ്പോൾ അറിയാം ഈ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വന്നാലും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത്, ഞാനിപ്പോൾ ഓൾറെഡി ഈ 7-zip ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. 7-zip നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ചിലപ്പോൾ, പക്ഷേ എല്ലാവരും അങ്ങനെ ഉപയോഗിക്കണം എന്നില്ല. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ നമ്മുടെ 7-zip എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്യാമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 7-zip ഫയൽ മാനേജർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും കിടക്കുക. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ അതിനിടയിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. ഫയൽ, എഡിറ്റ്, ഓപ്പൺ. അപ്പോൾ നമുക്ക് ഫയലിൽ പോയി കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഏത് ഫയലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഇൻസൈഡ് എന്ന് അടിച്ചാൽ നമുക്ക് ഇവിടുത്തെ കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഡയറക്റ്റ് എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് നടപ്പുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ജസ്റ്റ് നിങ്ങളുടെ ഫയൽ എവിടെയൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ. ഞാനിപ്പോൾ കമ്പ്യൂട്ടർ ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ ഡ്രൈവ്സൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഈ സി ഡ്രൈവ് നമ്മളിപ്പോൾ ഡെസ്ക്ടോപ്പിലാണല്ലോ നടക്കണേ, നമ്മുടെ ഫയൽ ഇപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് നടക്കണത്. അപ്പോൾ ജസ്റ്റ് ഞാൻ സി ഡ്രൈവ് സെലക്ട് ചെയ്യാൻ പോലെയാണ്. സി ഡ്രൈവ് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ യൂസേഴ്സിലാണ് അത് കിടക്കണത്. ലൊക്കേഷൻ നോക്കുമ്പോൾ നമ്മുടെ യൂസേഴ്സ് കിടപ്പുണ്ട്. അതിനകത്ത് ജസ്റ്റ് ഹോൾഡ് എൻ്റെ പേര്, അതായത് പേരിൻ്റെ അവിടെ ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞ് ഇത് കാണാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഞാൻ ബാക്ക് അടിച്ച് കാണിക്കാം.
നമ്മുടെ സിയിൽ പോയി എന്നിട്ട് നമ്മുടെ യൂസേഴ്സിൽ പോയി ഞാനിപ്പോൾ കിടക്കുന്ന ലൊക്കേഷൻ നിങ്ങൾ ലൊക്കേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് നോക്കിയാൽ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ലൊക്കേഷൻ കിടക്കുന്നുണ്ട് സി യൂസർ ഹോളിഡേ സ്റ്റുഡിയോസ് ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഡെസ്ക്ടോപ്പിലാണ് നമ്മുടെ ലൊക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ സീനകത്തായിരിക്കും നമ്മുടെ എല്ലാവരുടെയും യൂസേഴ്സ് കിടക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹോളിഡേ സ്റ്റുഡിയോസ് അടിക്കുക എന്നിട്ട് നമ്മൾ ഡെസ്ക്ടോപ്പ് കണ്ടുപിടിക്കുക. ഡെസ്ക്ടോപ്പ് ഇതേ കിടക്കുന്നത് ഗൈസ്. ഡെസ്ക്ടോപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ കൺവെർട്ടർ കാണാം. ഇവിടെ നമ്മൾ കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൽ നിന്ന് ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അതൊരു ഓപ്പണിംഗ് എന്ന് കാണിച്ചിട്ട് നമുക്ക് അതായത് ഫയൽസ് ഇപ്പോൾ കാണാം. നേരത്തെ നമുക്ക് പോലും ഓപ്പൺ ചെയ്യുന്ന ഫയൽസ് കാണാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു ക്രാക്ക്ഡ് ഫയലാണ്. കീജൻ എന്നൊക്കെ കിടപ്പുണ്ട്. പിന്നെ പോർട്ടബിൾ ഫയലും കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫയൽ ഇവിടെ നിന്ന് തന്നെ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് എക്സ്ട്രാക്റ്റ് കൊടുക്കുക. നമുക്ക് എക്സ്ട്രാക്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എക്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് ആഡിൻ്റെ ഇപ്പോഴത്തെ. എക്സ്ട്രാക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചോദിക്കും കോപ്പി ടു എവിടെയായിട്ട് ഇത് ചെയ്യേണ്ടത്. നമുക്കപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ നമ്മുടെ ഹാർഡ് ഡ്രൈവിൽ എവിടെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഓൾറെഡി ഡെസ്ക്ടോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ ഫയൽ ഓൾറെഡി കിടക്കണ എവിടെയാണ് അവിടെ തന്നെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാനിപ്പോൾ ഓക്കെ കൊടുക്കുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ എവിടേക്കാണ് ഇത് കോപ്പി ചെയ്യേണ്ടത് അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്കത് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഓക്കെ കൊടുത്തു. അപ്പോൾ ജസ്റ്റ് ഒരു പെട്ടെന്നാവും, ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് തിരിച്ച് എക്സ്ട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-zip തന്നെയാണ് വിൻഡ്രാവിനേക്കാളും. കാരണം എല്ലാ എക്സ്റ്റൻഷൻസും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് വേണ്ടത്. കാരണം നമുക്കറിയാൻ പറ്റില്ല ഏതൊക്കെ എക്സ്റ്റൻഷൻസ് ആണ്. പല പല എക്സ്റ്റൻഷൻസ് ഉണ്ട്. വിൻഡ്രാവിൽ നമുക്ക് എല്ലാ എക്സ്റ്റൻഷൻസും ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഗെയിംസിനൊക്കെ കൂടുതൽ ഇങ്ങനെ വരും. കാരണം ഹൈലി കംപ്രസ്ഡ് ഗെയിംസിനൊക്കെ ഇങ്ങനെ കൂടുതൽ വരുന്നൊരു പ്രശ്നമാണിത്. അപ്പോൾ പരിഹരിക്കാൻ നമുക്ക് 7-zip എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ കൊണ്ട് പരിഹരിക്കാം. നമുക്കിപ്പോൾ നോക്കാം നമ്മുടെ ഫയൽ ഫുള്ളായിട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. നമുക്ക് എന്നിട്ട് ഈ സോഫ്റ്റ്വെയർ നമുക്ക് വിലയിരുത്താൻ കഴിയും. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ ചോദിച്ചായിരുന്നു ഈ പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് മറ്റുള്ളവർക്ക്. അപ്പോൾ ഗൈസ് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട്. കീജണും അതിൻ്റെ സെറ്റപ്പ് ഫയലും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഫയൽ. യെസ് ഗൈസ് നമ്മുടെ ഫയൽ ഇപ്പോൾ വർക്കിംഗ് ആണ്. ഈ ഫയലൊന്നും പറ്റില്ല. കാരണം നമ്മുടെ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആകുമ്പോൾ ഇവിടെ പിന്നെയും കാണിക്കുന്നത് വിൻഡ്രാവിൻ്റെ ഇവിടെ പിന്നെയും കാണിക്കുന്നത് Archive is either in unknown format or damaged. ഒരിക്കലും ഡാമേജ്ഡ് അല്ല ഗൈസ്. നമ്മുടെ ഇതിൻ്റെ പ്രോബ്ലമാണ്. ജസ്റ്റ് നമ്മുടെ ഇപ്പോൾ അതേ ഫയൽ കൺവെർട്ടർ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടോ ഗൈസ്, നമ്മളിപ്പോൾ നേരത്തെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഫയൽ വേണമെങ്കിൽ 7-zip വെച്ച് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പല പല സോഫ്റ്റ്വെയർസും ഗെയിംസൊക്കെ ഇങ്ങനെ കറക്റ്റായി പോയേക്കണ ഗെയിംസ് സോഫ്റ്റ്വെയർസ് പിന്നെ സാമ്പിളുടെ പ്രൊജക്ട് ഫയൽസ് സിപ്പായിട്ടൊക്കെ ആയിരിക്കും പ്രൊജക്ട് ഫയൽസ് വരുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ഇങ്ങനെ എളുപ്പത്തിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി മുതൽ വിൻഡ്രാവിൻ്റെ യൂസേജ് വരുന്നില്ല. വിൻഡ്രാവ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഇതൊരു ജസ്റ്റ് ഒരു ഫയൽ മാനേജറാണ്. 7-zipൻ്റെ ഫയൽ മാനേജർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ 32 ബിറ്റ് ഉള്ള ഒരു 32 ബിറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ 64 ബിറ്റ് ഉള്ളത് 64 ബിറ്റ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ജസ്റ്റ് നിങ്ങൾ 7-zip എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ 1 MB ഉള്ള ഡിസ്ക്രിപ്ഷനിൽ നോക്കി അതിൻ്റെ ഡൗൺലോഡ് ലിങ്കിനായിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ ആ 7-zipൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയി 7-zip എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന സൈറ്റ് 7zip.org എന്ന സൈറ്റ് ആയിരിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഏതാ ബിറ്റ് അത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ ഗൈസ് നമ്മുടെ വീഡിയോ ഒന്നും ഇത്രേ ഉള്ളൂ. സോ ഗൈസ് എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ കറപ്റ്റഡ് ആയ ഫയൽസ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ജസ്റ്റ് ഒരു 7-zip എന്ന് പറഞ്ഞാൽ 1 MB സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാതെ നമ്മുടെ ഫയലിൻ്റെയോ അല്ലെങ്കിൽ കറക്റ്റായി പോയതോ അല്ല. ചില ഫയൽസൊക്കെ മാത്രമായിരിക്കും കറക്റ്റായി പോയിട്ടുണ്ടാവുക. അപ്പോൾ ഗൈസ് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഫയൽസ് ഉണ്ട് ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കുക ഡൗൺലോഡ് ചെയ്ത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഫയൽസ് നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായി പോയതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഉറപ്പായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ ചിലപ്പോൾ മ്യൂസിക് പ്രൊഡ്യൂസേഴ്സിനും ഗെയിമേഴ്സിനൊക്കെ ഹെൽപ്ഫുൾ ആയ വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ ഗൈസ് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിന് പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ എത്തുന്നതായിരിക്കും. ബൈ.